ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നവറാസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്റ്റീംഡ് റെസിപ്പിയുമായിട്ടാണ്, അഥവാ മമ്മൂസ്. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം നമുക്ക്. ഈ മമ്മൂസ് നമ്മൾ ഇതിങ്ങനെ ഈ ഒരു രൂപത്തിൽ എന്താ പറയുക, റോൾ ചെയ്തെടുത്തിട്ട് നമ്മൾ പൊരിച്ചെടുക്കുന്ന ഐറ്റംസും ഉണ്ട്, ആവിയിൽ വേവിക്കുന്നതുമുണ്ട്. ഇത് ഞാനിപ്പോൾ ആവിയിൽ വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം നമുക്ക്. ചിക്കൻ വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് നമുക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ മോമോസ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ ബീഫ് വെച്ചിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ചിക്കൻ മോമോസ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ മാവ് ആദ്യമേ റെഡിയാക്കി വെക്കണം. അപ്പോൾ ഞാൻ മൈദ മാവ് എടുക്കുകയാണ്. മൈദ എടുത്തിട്ടുണ്ട്. നമ്മൾ എത്രയാണോ ഇതിലെടുക്കുന്നത് അതനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുള്ളത്. അതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഉപ്പും ചേർത്തുകൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടിങ്ങനെ എന്താ പറയുക, വീഡിയോയിൽ കാണുന്ന പോലെ ഒരു മാവ് തയ്യാറാക്കി എടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിരിക്കണം. നല്ലോണം നമ്മളതിനെ കുഴച്ച് റെഡിയാക്കി എടുക്കണം. എന്നിട്ട് ഏറ്റവും ടോപ്പിലായിട്ട് ഞാൻ കുറച്ച് എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് യൂസ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഇനി നമുക്കിതിൻ്റെ കൂട്ടുണ്ടാക്കാൻ തുടങ്ങാം. ആ ഒരു മാവ് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ഇരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മളൊരു അരമണിക്കൂറൊക്കെ ആയി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇതിനേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കി തുടങ്ങുക. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത്, വെളിച്ചെണ്ണ നല്ലോണം ചൂടായ ശേഷം വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ ജീരകം നന്നായിട്ടൊന്ന് എന്താ പറയുക, അതിൽ കിടന്ന് എണ്ണയിൽ കിടന്നൊന്ന് മുരിഞ്ഞു വരുമ്പോൾ നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് ചെയ്യുന്നത്. നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ അളവനുസരിച്ചാണ് ഉള്ളിയും ചേർക്കേണ്ടത്. ഞാനിവിടെ ഏകദേശം ഒരു 3 ഉള്ളിയുടെ അടുത്ത് എടുത്തിട്ടുണ്ട്. സവാള ചെറിയതായിരുന്നു സവാള, അതുകൊണ്ട് 3 എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്കതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. നല്ലോണം ഇളക്കി വഴറ്റിയെടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ചെയ്തെടുക്കുക. ഉള്ളി നമുക്കൊന്ന് നൈസായി കട്ട് ചെയ്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇനി ഞാനിതിലേക്ക് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഞാനിതൊന്ന് അരിഞ്ഞതാണ്. അതുപോലെ തന്നെ പച്ചമുളക് പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി പച്ചമുളക് ഇടയിൽ കടിക്കുമ്പോൾ എരിവ് അധികം കുത്തണ്ട എന്നാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്തിട്ട് എരിവ് അഡ്ജസ്റ്റ് ചെയ്താലും മതി. അതും ചേർത്ത് നന്നായി ഇളക്കിയിട്ട് ഞാനിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചെടുത്ത പേസ്റ്റ് ഒരു 1/4 ടീസ്പൂണ് 1/2 ടീസ്പൂണോളൊക്കെ ചേർത്ത് കൊടുക്കുക. അതുകൂടി ചേർത്ത് നല്ലോണം ഇളക്കുക. ഇനി ഞാനിവിടെ ചോപ്പ് ചെയ്തെടുത്ത ക്യാരറ്റാണ് ചേർക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അതിനെ നല്ലോണം ഇതുപോലെ നമ്മൾ ചോപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും കൂടി ഇളക്കുക. അപ്പോൾ ഈ മമ്മൂസിൻ്റെ ഫില്ലിങ്സ് പല രൂപത്തിലും തയ്യാറാക്കുന്നവരുണ്ട്. പലർക്കും അറിയായിരിക്കാം ഇത്. പല രൂപത്തിലും ചിലവർ ക്യാരറ്റൊന്നും ചേർക്കാതെ ഗ്രീൻ പീസ് ചേർത്തിട്ട് അങ്ങനെയൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന ഐറ്റംസ് ഉണ്ട്. അങ്ങനെ നല്ലോണം അതും ചേർത്ത് പിന്നെ ഞാനതിലേക്ക് ചിക്കൻ ചേർത്തു. ചിക്കൻ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം പൊടിച്ചെടുത്ത ചിക്കനാണ്, വേവിച്ച് പൊടിച്ചിട്ട് എടുത്ത ചിക്കനാണ്. പിന്നെ ഞാൻ ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. പിന്നെ ഞാനിതിലേക്കൊരു പ്രത്യേകമായിട്ട് ഇതിലൊരു എന്താ പറയുക, വെറൈറ്റി ആയിട്ട് ചേർക്കുന്നത് മാഗി ക്യൂബാണ്. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും മാഗി ക്യൂബ് എന്ന് പറഞ്ഞിട്ട്. അത് ആ ബോക്സിൻ്റെ ഉള്ളിൽ, വലിയ ബോക്സാണ്, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ 2 ക്യൂബായിട്ടുണ്ടാവും. ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് ഉണ്ടാവുക. പലരും നമ്മൾ മാഗി തയ്യാറാക്കണതിലൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ക്യൂബ് ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാലക്ക് കുറച്ച് ടേസ്റ്റ് അധികം കിട്ടും. അതുപോലെ തന്നെ നമ്മൾ സമൂസയൊക്കെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ സമൂസയുടെ മിക്സിലും ബീഫ് വെച്ചിട്ടുള്ള സമൂസയൊക്കെ അല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിലും ആ മിക്സിലേക്കും നമ്മൾ മാഗിയുടെ ക്യൂബ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുകൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ള ചിക്കന് ഞാൻ പറഞ്ഞില്ലേ, മഞ്ഞളും ഉപ്പിട്ട് വേവിച്ച് പൊടിച്ചെടുത്തതാണ്. പൊടിച്ച ശേഷം ഞാനൊന്ന് നമ്മൾ സാധാ ചീനച്ചട്ടിയിലിട്ടിട്ടൊന്ന് ചെറുതായി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മുരിപ്പിച്ചെടുത്തിട്ടുണ്ട് ആ ചിക്കന്. അതിൻ്റെ ഒരു ടേസ്റ്റ് ഇതിലുണ്ടാവും.
ഇനി ഞാൻ ഇതിലേക്ക് മല്ലിയില കൂടെ ചേർത്തിട്ട് ആ കൂട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൂട്ട് അവിടെ റെഡിയായി. ഇപ്പോൾ കണ്ടോ, നമ്മുടെ മൈദമാവ് ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ നല്ല സോഫ്റ്റ് തന്നെ കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടാവും ഉണ്ടാവുക. നമ്മുടെ മാവ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ആകുമ്പോൾ. അപ്പം നിങ്ങൾ ഒരു ചെറിയ ഈ ഒരു പരുവത്തിലുള്ള ബോളായിട്ട്, ഈ ഒരു ഷേപ്പിൽ വലുപ്പത്തിലൊക്കെ ആയിട്ടുള്ളൊരു ബോൾസാക്കി മാറ്റാം നമുക്ക് ഈ മാവിനെ. ചെറിയ ചെറിയ ടൈപ്പ് മോമോസാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ചെറുതാക്കാം. എൻ്റേത് ഒരു അത്യാവശ്യം എന്നാലോ നല്ല വലുതും അല്ല, ആ ഒരു രൂപത്തിലായിരുന്നു ഞാൻ തയ്യാറാക്കിയ മോമോസ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഓരോന്നിനെയും പരത്തിയെടുത്തിട്ട് അതിലേക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, അതിലിട്ടിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. ഒരു റോളർ വെച്ചിട്ട് നല്ലോണം ഒന്ന് പരത്തിയെടുക്കുക. കൂടുതൽ നമ്മൾ പൊടി യൂസ് ചെയ്യണ്ട, ചെറുതായിട്ട് മൈദ ഇട്ടിട്ട് അതിൽ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി. പ്രയാസം ഉണ്ടാവും, എന്നാലും മൈദയുടെ ആ ഒരു പൊടിയുടെ കുത്ത് അതിൽ വരണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ. ഇതിപ്പോൾ നല്ലോണം ഒന്ന് പരന്ന് വന്നിട്ടുണ്ട്. കട്ടിയില്ലാത്ത രൂപത്തിൽ നമ്മൾ പരത്തിയെടുക്കാൻ ശ്രമിക്കുക. മൈദയാവുമ്പോൾ ഇങ്ങനെ നമ്മൾ വലിഞ്ഞ് കൊണ്ടിരിക്കുമല്ലോ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഒരു നെറി പോലെ ഇങ്ങനെ നമ്മൾ മടക്കിയെടുക്കുകയാണ് വീഡിയോയിൽ കാണുന്ന പോലെ. എന്നാൽ അതിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ നമുക്ക്. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ചില ആളുകൾക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും, അവർക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും. ചിലവർക്ക് തീരെ ശരിയാവില്ല. ഇനിയിപ്പോൾ ശരിയായാലും ഇല്ലെങ്കിലും ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്ങും അത് എന്താ പറയുക, സ്റ്റീം ചെയ്ത് വരുമ്പോഴൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഫില്ലിങ് വെച്ചിട്ട്. ഇതിപ്പോൾ ഞാനൊരു വിധം ഇങ്ങനെ ഒരു റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ പതുക്കെ ഒന്ന് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. തിരിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ഷേപ്പിലേക്ക് വരും. ഇങ്ങനെയാണ് ഞാൻ തയ്യാറാക്കിയെടുത്തത്. ഇങ്ങനെ നമുക്ക് ഓരോ ബോൾസും ഇതുപോലെ ഈ മൊമോസിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പം ഞാൻ മൊമോസിൻ്റെ എല്ലാ ബോൾസും അതുപോലെ ഷേപ്പിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ ഒരു സ്റ്റീമറിലിട്ടിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 15-20 മിനിറ്റിൻ്റെ അടുത്തൊക്കെ ഞാനിങ്ങനെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മൊമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഫില്ലിങ് വെച്ചിട്ട് നിങ്ങളാരും തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ ലിങ്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.